ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് നോക്കുന്നത് 2021 നടന്ന 10th ലെവൽ മെയിൻ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കാരക്കോറം. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സത്ലജ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമേത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ചൈന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പെരിയാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, തെന്മല. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സത്ലജ്. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ചെന്തുരുണി വന്യജീവി സങ്കേതം. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, കാസർഗോഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 41. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പമ്പ. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ ഇല്ല, അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഓക്കെ. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്വാമി വിവേകാനന്ദൻ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോക്സൈറ്റ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, EMS. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 4A. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സുപ്രീം കോടതി. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, നീൽ ദർപ്പൺ. ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആര്? ക്വസ്റ്റ്യൻ എഴുതുന്ന ടൈമിൽ കിരൺ റിജിജു ആയിരുന്നു. ഇപ്പോൾ അർജുൻ റാം
മേഘ്വാൾ ആണ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓം ബിർള. താഴെ പറയുന്നവയിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ജ്യോതി ബാഹുലെ. ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 1792 ശ്രീരംഗം പട്ടണം ഉടമ്പടി. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1950 ജനുവരി 26. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മലബാർ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി നിസ്സഹരണ സമരം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏവ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 4 മാത്രം. ഒഡീഷയിൽ ജനിച്ചു. താഴെ പറയുന്നവയിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 1 3. സി കൃഷ്ണൻ നായർ, 3 രാഘവ പൊതുവാൾ. താഴെ പറയുന്നവയിൽ റൗലറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1 2 4. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിൽ രഹസ്യവിചാരണ നടത്താം. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലയിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സാമ്പത്തിക വളർച്ച. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അന്ത്യോദയ അന്ന യോജന. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതായ സംസ്ഥാനം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കേരളം. 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സേവന മേഖല. തെറ്റായ ജോഡി ഏത്?
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ തിരയും ചുഴിയും സച്ചിദാനന്ദ്. ശരിയായ ക്രമം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 1024 കിലോബൈറ്റ് എന്ന് പറയുന്നത് 1 മെഗാബൈറ്റ് ആണ്. 1024 മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ജിഗാബൈറ്റ് ആണ്. 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ടിഗാബൈറ്റ് ആണ്. എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഒളിമ്പിക് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിത. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഭരതനാട്യം. ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വോളിബോൾ. പത്മശ്രീ 2021 ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആദിവാസികൾക്കായി ആതുര സേവനം. ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണരൂപം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂൺ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫെസ്റ്റിവൽ 2.0. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഇനാമൽ. ക്വാഷിയോർക്കർ എന്ന രോഗത്തിന് കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പ്രോട്ടീനിന്റെ കുറവ്. ഒരു വിളയുടെ സങ്കരയിനമാണ് പവിത്ര. വിള ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി നെല്ല്. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സൈലന്റ് വാലി. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ചൈന. 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പാകിസ്ഥാൻ. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതുതരം ഗ്ലാസ് ആണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഫ്ലിന്റ് ഗ്ലാസ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 212 ഡിഗ്രി ഫാരൻഹീറ്റ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഘർഷണബലം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി മെർക്കുറിക് ഓക്സൈഡ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ
വിഷൻ. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മംഗദച്ചു ജലവൈദ്യുത പദ്ധതി. ജലജന്യ രോഗം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പൈറോസിസ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും. നിപ്പ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ORS. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ജനസൗഹൃദ ഔട്ട്പേഷ്യന്റ് സേവനം. ശുദ്ധജലത്തിന്റെ pH മൂല്യത്തിന്റെ അളവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, pH 7. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പേൻ. അശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കുഷ്ഠം. സാന്ത്വന പരിചരണം നൽകുന്നു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. ഇൻസുലിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, പ്രമേഹം. വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അന്ധത. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, നിശാന്തത. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ശ്രീ മൻസുഖ് മാണ്ഡവ്യ. അദ്ദേഹമായിരുന്നു ക്വസ്റ്റ്യൻ ഇടുന്ന ടൈമിൽ. ഇപ്പോഴ് ജഗത് പ്രകാശ് നന്ദയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ജഗത് പ്രകാശ് നന്ദ. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 1 and 2. കോവാക്സിൻ, കോവിഷീൽഡ്. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സിക്ക. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ജീവിതശൈലി രോഗനിയന്ത്രണം. നമ്മൾ 80 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിൽ. മാത്സ് ആണ് മാറ്റി നിർത്തിയിട്ടുള്ളത്. മാത്സ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.